നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോരുത്തർക്കും ഓരോ വലിയ ആഗ്രഹങ്ങൾ കാണുമല്ലോ. ഉദാഹരണത്തിന് ഇപ്പോ വീട് വെക്കണം, കാർ വാങ്ങണം, അങ്ങനെ 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 എന്തെങ്കിലും ഉണ്ടോ? നിർമ്മലാമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? അങ്ങനെ ഒരു സ്വപ്നം ഇല്ലേ? ആന്റിയുടെ മനസ്സിലൊരൊറ്റ സ്വപ്നമേ ഉള്ളൂ. അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരൊറ്റ സ്വപ്നമോ? അതെന്താ അത്? ആന്റി നൊന്ത് പ്രസവിച്ച് നഷ്ടപ്പെട്ടു പോയ മകനെ തിരികെ കിട്ടണം. ആ മകന്റെ നാവിൽ നിന്ന് അമ്മയെന്നുള്ളൊരു വിളി കേൾക്കണം. അതാണ് ആന്റിയുടെ ഏറ്റവും വലിയ മോഹം. നോക്കി, അത് പറഞ്ഞപ്പോഴേക്ക് നിർമ്മലാമ്മയുടെ മുഖം വാടിയത് കണ്ടോ? ദൈവമേ, ആള് കരഞ്ഞും തുടങ്ങി. നീ ഒറ്റ ഒരുത്തിയാ നിർമ്മലാമ്മയെ കരയിച്ചത്. മാറി നിങ്ങോട്ട്. കരയാതിരിക്കെ, ഞങ്ങളൊരു തമാശക്ക് ചോദിച്ചല്ലേ. അതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. നിധിമോള് പറഞ്ഞത് സത്യ. പക്ഷേ അതെന്റെ സ്വപ്നമല്ല. ഞാൻ ജീവിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാ. എനിക്ക് എന്റെ മകനെ ഒന്ന് കണ്ടുപിടിക്കണം. നിറഞ്ഞ സ്നേഹത്തോടെ അവൻ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കണം. പിന്നെ അതിനപ്പുറം ഒന്നുമില്ല. അവന്റെ മടിയിൽ തലചായ്ച്ച് കിടന്ന് എന്നേക്കുമായി കണ്ണടക്കേണ്ടി വന്നാലും പൂർണ്ണ തൃപ്തിയോടെ ആയിരിക്കും ഞാൻ ഈ മണ്ണ് വിട്ടു പോകുന്നത്. എന്തിനാ ആന്റി എപ്പോഴും മരണത്തെക്കുറിച്ച് മാത്രം പറയുന്നത്? ആന്റിയുടെ മോനെ ആന്റിക്ക് തന്നെ കിട്ടിയിരിക്കും, അതുറപ്പാ. നിർമ്മലാമ്മ സമാധാനപ്പെട്. ആ മകനെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും പിന്നെ പോകേണ്ടി വരില്ല. സന്തോഷത്തോടെ ആ മകനോടൊപ്പം ഒരുപാട് നാള് ജീവിക്കും. അക്കാര്യം എനിക്ക് ഉറപ്പാ. വസു, ഇനി എന്തേലും വേണമെങ്കിൽ എടുത്തു കഴിച്ചോളൂ. ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ. ഏടത്തേക്ക് ഞങ്ങളുടെ കൂടെ അങ്ങ് ഇരിക്കായിരുന്നില്ലേ? ഇനി എപ്പോ കഴിക്കാനാ? അതൊക്കെ ഞാൻ കഴിച്ചോളാം. എടാ, നിനക്ക് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. അമ്മ ഇരുന്ന് കഴിക്കാൻ നോക്ക്. അമ്മേ, ഞാൻ ഈ വെള്ളം മുറിയിൽ കൊണ്ടുവച്ചിട്ട് വരാം. ഇനി പാത്രങ്ങൾ കൂടി കഴുകിയാൽ മതി. ബാക്കിയെല്ലാം ഒതുക്കിയിട്ടുണ്ട്. നീ കഴിച്ചല്ലോ അല്ലേ? കഴിച്ചു. എങ്കിൽ ഇനി തിരികെ വരാൻ നിൽക്കണ്ട. നീ പോയി കിടന്നോ. ബാക്കിയൊക്കെ ഞാൻ ഒതുക്കിക്കോളാം. എങ്കിൽ ശരി, ഞാൻ പോട്ടെ. കഴിക്കേട്ടതി. ഞാൻ കഴിച്ചോളാം, നിങ്ങൾ കഴിക്കേ. പിന്നല്ലാതെ ഞാൻ പിന്നെ നിന്റെ കൂടെ കട്ടിൽ കിടക്കണോ? അതിന് ഇനി എന്റെ മനസ്സ് അനുവദിക്കില്ല. എന്റെ പെറ്റമ്മ ആരാണെന്ന് പലവട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടും എന്റെ മുഖത്ത് നോക്കി അറിയില്ലെന്ന് കള്ളം പറഞ്ഞ് അഭിനയിച്ച് ചതിച്ചവളാണ് നീ. നീ ഒന്ന് അരികെ കിടന്നാ പോലും എനിക്ക് പൊള്ളും. എന്തിനാ ഗൗത എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? പിന്നെ ഞാൻ എന്ത് കാണിക്കണം? നീ ചെയ്തത് മഹത് കർമ്മമാണെന്ന് പറഞ്ഞ് നിന്റെ കവിളി പിടിച്ച് ഉമ്മ തരണോ?
ദേഷ്യപ്പെടാനും വെറുക്കാനും വേണ്ടി വലിയ തെറ്റാണോ ഗൗതം ഞാൻ ചെയ്തത്? ചെയ്യാവുന്നു അതിനപ്പുറം ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പൊ കൂളായിട്ട് വന്നു നിന്നിട്ട് ചോദിക്കുന്ന കേട്ടില്ലേ ഞാൻ ചെയ്ത തെറ്റിന്റെ വലിപ്പം അത്രത്തോളം ഉണ്ടോന്ന്? നാണം ഉണ്ടോ നിനക്ക്? ആ പാവം സ്ത്രീയുടെ മകനാണ് ഞാനെന്ന് അറിഞ്ഞിട്ട് പോലും എന്റെ പെറ്റമ്മയെ അത് പുറത്തു പറയാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചോളല്ല നീ. ഈ വീട്ടിലൊരു മഹാറാണിയെ പോലെ വാഴേണ്ടവളായിരുന്നു എന്റെ അമ്മ. ആ അമ്മയെ നീ ഇവിടുത്തെ വീട്ടുവേലക്കാരിയാക്കിയില്ലേ? അടുക്കളപ്പണി ചെയ്യിച്ചില്ലേ? പിന്നെ ഇവിടെ എല്ലാവരുടെയും എച്ചൽ പത്രം കഴിച്ചില്ലേ? എന്തോന്നാ ഏട്ടത്തി മുകളില്? നല്ല അംഗമാണെന്ന് തോന്നുന്നല്ലോ. ഞാനൊന്നും മനഃപൂർവ്വം പറയാതിരുന്നതല്ലാന്ന് ഗൗതമിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പറയാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു എനിക്ക്. പറയണമെന്ന് പലവട്ടം ആഗ്രഹിച്ചതാ, ഞാൻ ശ്രമിച്ചതുവാ. പക്ഷെ അറിയാലോ ഇവിടുത്തെ സാഹചര്യം. എന്ത് സാഹചര്യം? ഏത് സാഹചര്യത്തിലും എന്തും തുറന്നു പറയുന്നവരല്ലായിരുന്നോ നമ്മള്? ഞാൻ വേറെ നീ വേറെന്ന് ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ അതിർപറമ്പ് വെച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? പൊട്ടനാണ് ഞാൻ. എന്നെ അമിതമായിട്ട് വിശ്വസിച്ചു. എനിക്കറിയാത്തതായി നിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതി. പക്ഷെ നീ ചെയ്തതോ? എന്താ നീ കാണിച്ചേ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, എന്റെ ജീവിത രഹസ്യം, അതാണ് നീ എന്റെ മുന്നിൽ മറച്ചു വെച്ചത്. നിന്റെ മുഖം കാണുമ്പോ എനിക്ക് അടക്കാനാവാത്ത വെറുപ്പാണ് തോന്നുന്നത്, ദേഷ്യമാണ് തോന്നുന്നത്. കാരണം നീ എന്റെ പെറ്റമ്മ ഇവിടത്തെ അടുക്കളക്കാരിയാക്കിയവളാണ്. പൊതുജന മധ്യത്തില് എന്നെ അനാഥനെന്ന് വിളിച്ച് പലരും എന്നെ അപമാനിച്ചപ്പോ അത് കേട്ട് മിണ്ടാതെ നിന്നവളാ നീ. ശിവാനിയും വസുന്ധരാമിയും CKC ഒക്കെ എന്നെ അപമാനിച്ചപ്പോ ഒന്നും അറിയാത്തവളെ പോലെ നീ പട്ടുകെട്ടി നിന്നു. നിന്റെ തന്ത ആരാണെന്നും തള്ള ആരാണെന്നൊക്കെ അറിയാമോന്ന് CKC ചോദിക്കുമ്പോഴും നീ എന്റെ മുമ്പിൽ അത് കേട്ട് നിന്ന് അനങ്ങാപ്പാറ പോലെ അഭിനയിച്ചു അല്ലേ? ഞാൻ കരുതിയില്ല നിധി, നിന്റെ മനസ്സ് ഇത്രയും കഠിനമാണെന്ന്. എടുത്തി വന്നേ, എന്താ ബഹളമൊന്നും നോക്കാം. അത് വേണോ? അവരുടെ ബെഡ്റൂമിനകത്താ വസു. ഇത് സൗന്ദര്യപ്പിണക്കൊന്നുമല്ല, എന്തോ വലിയ ഇഷ്യൂവാ. എടുത്തി ഒന്ന് വന്നേ. എടാ പ്രണവേ, നീയും കൂടെ വാ. എനിക്ക് വേറെ പണിയുണ്ട്.